എതിർക്കാൻ പോയത്. അത് ഞങ്ങൾ നേരത്തെ ഡിക്ലെയർ ചെയ്തല്ല. ഞങ്ങൾ വളരെ രഹസ്യമായിട്ടായാലും ശ്രീലേഖ അവിടെ ജയിക്കരുതെന്ന് എല്ലാ രീതിയിലും ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം അവിടെ വോട്ട് ചെയ്ത് ആരെയെങ്കിലും തോൽപ്പിക്കാനും ജയിപ്പിക്കാനും ഉള്ള കപ്പാസിറ്റി ഹിന്ദു സമുദായ സംഘടനകൾക്കുണ്ട്. അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഹിന്ദു പാർലമെന്റിന് അറിയാം. ഇപ്പൊ മുരളീധരൻ തന്നെ നമ്മളവിടെ യാതൊരു കാരണവശാലും മുരളീധരനെതിരായിട്ട് പ്രവർത്തിക്കാൻ പോയിട്ടില്ല. എതിരായിട്ട് പ്രവർത്തിക്കാൻ പോയിരുന്ന അദ്ദേഹം തോറ്റുപോയി. കാരണം ഏതെങ്കിലും 4 സമുദായത്തെ പിടിച്ചിട്ട് അവരുടെ ഒരു 100 പേരെ ഇറക്കിയിട്ട് ഞങ്ങളുടെ എല്ലാം സമുദായങ്ങളിൽ പോയിട്ട് പറയാണ് ഈ മുരളീധരൻ വോട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500,000 വോട്ട് മറിയാൻ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. ജയിപ്പിക്കാനാണ് പാട്, തോൽപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ആൾക്കാരെ ജയിപ്പിക്കാൻ പാടാണ്. പക്ഷെ ശ്രീലേഖ ഒരു കാരണവശാലും ജയിക്കരുതെന്ന് നമുക്കുണ്ടായിരുന്നു. അത് BJPയുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. ഇതുകൂടെ പറഞ്ഞിട്ട് നിർത്താം. ഇനി ശ്രീലേഖ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അവര് വട്ടിയൂർ പിന്നെ മറ്റേ മണ്ഡലം ശാസ്ത്രമംഗലത്തെ മണ്ഡലം ബൈ ഇലക്ഷനിൽ അവർ ജയിക്കും. ഉറപ്പായിട്ട് അവര് ഇടതും വലതും കൂടെ ഒന്നിച്ച് നിന്നിട്ട് ജയിക്കും. ഇവിടുത്തെ നമ്മുടെ കോർപ്പറേഷൻ ഭരണം പോകും.